പടം സൂപ്പറായിരുന്നു. കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല കണ്ടോണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. നല്ല പോലീസ് നല്ല കൊള്ളായിരുന്നു. നല്ലതായിട്ട് ഇതൊക്കെ ചെയ്തു. സീരിയസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പർ. ആവറേജ് മൂവിയാണ്. അർജുന അശോക് ഓക്കെ. നല്ല മേക്കിംഗ്. കൊള്ളാം സൂപ്പർ. നല്ല അഭിനയം. കൊള്ളാം നല്ല പടം. വീക്ക് സ്ക്രിപ്റ്റ്, വീക്ക് ഡയറക്ഷൻ, വീക്ക് പെർഫോമൻസ് എല്ലാം കൊണ്ടും വളരെ മോശമായി പോയി. കാരണം 2024 മലയാള സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല നല്ല മൂവീസുകളല്ലേ. സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ആർട്ടിസ്റ്റുകളുടെ പുതിയ പെർഫോമൻസാണ്. പുതിയ ആൾക്കാർ ഇപ്പം നസ്ലീൻ അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ നല്ല പെർഫോമൻസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു മലയാള സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അല്ലാതെ അതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ സിനിമയുടെയൊക്കെ ഒരു ബേസ്മെൻ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണല്ലോ. സ്ക്രിപ്റ്റ് മോശമായി പോയാൽ പോയി. റാഫിയുടെ പഴയ കാലത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പുതുക്കോട്ടാണെങ്കിൽ പുതുമണ വളയം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ തെങ്കാശിപ്പട്ടണം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അല്ലാതെ അതിനകത്ത് യാതൊരു വൺ ടൈം വാച്ചബിൾ എന്നെങ്കിലും നമുക്ക് സാധനം പറയാം. അതില്ല. അതാണ് സത്യം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കൊക്കെ നമുക്ക് അത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. നമ്മൾ അങ്ങോട്ട് മണിച്ചേട്ടൻ എങ്ങനെയാണ് വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ജമിനിയെ കാണിച്ചാൽ അതേപോലെ അങ്ങോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. കാര്യം എന്നറിയാമോ, കഴിവുള്ളവരെ വിളിക്കൂല അതാണ്. പിന്നെ ഒരു അലിൻ ജോസ് പെരേര ഇതിൽ ഒരു പുള്ളിക്ക് ഒരു അടി ഇങ്ങനെ നല്ല എല്ലാ ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് അങ്ങനെ ഭാവി താരങ്ങളെ വരണമെങ്കിൽ അത് നിങ്ങളെപ്പോലുള്ള ബ്രോകൾ വരണം, പയ്യന്മാർ വരണം. അല്ലാതെ പഴയ ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വരാം. കാര്യം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നവരുടെ ഓരോ കാര്യങ്ങളാണ് ഈ സിനിമകളിലെ ഓരോ ഡയലോഗുകളും കാര്യങ്ങളായിട്ടൊക്കെ വന്നിരിക്കുന്നത്. പാട്ടുകായിരുന്നാലും ഡയലോഗായിരുന്നാലും എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അലൻ ജോസിന് പിന്നെ ഇതിലൊരു ചെറിയ ഒരു ഫ്രെയിമിൽ വന്നിട്ടുണ്ട് പുള്ളി. അത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇനി അങ്ങനെ ആയിരിക്കാം ഇനിയുള്ള സിനിമ ഫീൽഡൊക്കെ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തീട്ടങ്ങളെന്ന് പറയുന്നത് വെറും മോശമായിട്ടുള്ളൊരു കാര്യമായി ബ്രോ. കാരണം ഈ തീട്ടങ്ങളെന്ന് പറയുന്നവർ നല്ല കഴിവുള്ളവരാണ്. അത് ആദ്യം മനസ്സിലാക്കണം. വെറും തീട്ടങ്ങളാവണമെന്നാണ്. അവർക്ക് കഴിവുണ്ട്, അവരുടെ വിഷമമാണ് അത് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ തീട്ടങ്ങളല്ല, കഴിവുള്ള ബോയ്കളാണ്. അതാദ്യം മനസ്സിലാക്കണം.